ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞങ്ങൾക്ക് ആദ്യം ഒരു ന്യൂസ് കേൾപ്പിച്ചു തരാം. സമൂഹ മാധ്യമങ്ങളിലൂടെ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടെന്ന് വെളിപ്പെടുത്തിയ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനും ഗ്യാങ്ങിനുമെതിരെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് പോലീസ്. DGPയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് വിഭാഗമാണ് കൊച്ചി സൈബർ പോലീസിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചത്. പോക്സോ, ലഹരിമരുന്ന് ഉപയോഗം, അശ്ലീല പ്രചാരണം തുടങ്ങി നടുക്കുന്ന കുറ്റകൃത്യങ്ങളാണ് തൊപ്പി എന്ന നിഹാദിനും ഈ യൂട്യൂബ് സംഘത്തിനുമെതിരെ ആരോപിക്കുന്നത്. കേട്ടോ, 18ന്റെ പണിയാ വരുന്നത്. എവിടെയായിരുന്നു തൊപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പിനോടൊന്നും ദേഷ്യപ്പെട്ട ഒന്നും പറയാൻ പറ്റൂല. അപ്പോഴത്തേക്ക് കഴിക്കുന്ന ഭക്ഷണം വരെ എടുത്തിട്ട് ടൗസർ ജനങ്ങളെ മുമ്പിൽ കാണിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഭക്ഷണം ഇട്ടിട്ട് ഭക്ഷണത്തിന് പോലും ഒരു മര്യാദ എന്താണെന്ന് കൊടുക്കാൻ ഇതുവരെ അവനക്ക് കഴിഞ്ഞിട്ടില്ല. അവന് എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അവനോട് ചെയ്തത്, ഈ തൊപ്പിനോട് ഇവർ ചെയ്തതില്ലേ, അതിനൊരിക്കലും ഞാൻ അംഗീകരിക്കൂല. കാരണം തനി ചെറ്റത്തരാണ്. ഈ 4 ആളെങ്കിൽ 4 ആള് ഇവനൊക്കെ അറിയുന്നത് ഈ തൊപ്പിയുടെ ബാക്കിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ അതിന്റെ നന്ദി പോലും കാണിക്കാതെയാണ് ഇവന്മാരൊക്കെ പാടെ കൂടി ഇപ്പൊ തൊപ്പിക്ക് നേരെ തിരിഞ്ഞത്. ഈ തിരിഞ്ഞത് എന്തായി? നാട്ടുകാരങ്ങോട്ട് ഏറ്റെടുത്തു, അവസാനം പോലീസും ഏറ്റെടുത്തു. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയൂല. സകലമാന പൂട്ടും വീണു. ഈ തൊപ്പിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരെ ഈ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഇവനിക്കിത് എന്തായാലും ഒരു പ്രശ്നമല്ല. പക്ഷെ എന്താ അറിയോ, ഇതുവരെ ഉണ്ടാക്കിയ പൊള്ളകളൊക്കെ പൊട്ടാൻ പോവുകയാണ്. ഇതൊന്നുമല്ല എന്നെ സങ്കടത്തിലാക്കിയത് കേട്ടോ. ദൈവമുണ്ടല്ലോ, ഈ നാറിയുടെ പെങ്ങടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. എപ്പോ കല്യാണം നിക്കാഹ് വരെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി ഒരുപാട് സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ആ പെൺകുട്ടിനെ വേണ്ടാന്ന് പറഞ്ഞു. ആരെ? ആ ഭർത്താവിന്റെ വീട്ടുകാരെ. എന്താ കാരണം എന്നറിയോ? ഇതുപോലത്തെ ഒരു നാറിയ അളിയനാണ് അതിന്റെ കാരണം. അവര് പറഞ്ഞു നമുക്ക് ഈ ബന്ധത്തിന് താല്പര്യമല്ല, ഞങ്ങൾ വേറെ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് അവർ ഈ കല്യാണത്തിന് പിന്മാറി. എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇവൻ നിന്ന് പറയാണ് എന്ത്, പെങ്ങളുടെ കല്യാണം മുടങ്ങി, വാപ്പിയും ഉമ്മയും വിളിച്ചിട്ട് എന്നോട് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞേക്കണു. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും എനിക്കറിയില്ല. തൊപ്പിയേ, ഇതിനുള്ളത് നിനക്ക് ഞാൻ തരുന്ന്. എടാ, ഇനി നീ എന്ത് കൊടുത്തിട്ട് എന്താ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സ്വപ്നം കണ്ടിട്ട് ജീവിച്ചിരുന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ കല്യാണം അന്റെ ഈ തമ്മാടിത്തരം കൊണ്ട് അത് മുടങ്ങിയില്ലേ? ഈ കുടുംബം, വാപ്പിയും ഉമ്മയും പെങ്ങളൊക്കെ അല്ലേ ഇയാണ് ഇതൊന്നും ഇല്ലാത്ത തൊപ്പിയുടെ കൂടെ കൂടിയിട്ട് ഇത്ര അക്രമം കാണിച്ചത്. ഇനി എന്തൊക്കെ നീ ന്യായീകരിച്ചാലും, എന്തൊക്കെ നീ തൊപ്പിനെ കുറ്റം പറഞ്ഞാലും, തൊപ്പിയുടെ പുറകെ നിന്നിട്ടാണ് നീയൊക്കെ കാലുവാരിയിട്ടുള്ളത്. അതൊന്നും മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. തൊപ്പി എത്ര മോശമായിക്കോട്ടെ, പക്ഷെ കൂടെ നിന്ന് ചതിക്കരുത്. അത് തന്തയില്ലായ്മ തന്നെയാണ് എന്നുള്ളത് ഏതൊരുത്തനുക്കും കണ്ണും ചിമ്പി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കിയേ. ഇതാണ് സ്ഥലം. കരഞ്ഞെന്റെ കാല് പിടിച്ചത് ക്ഷമിക്കാൻ ഇല്ലാത്തവനാ. എന്നിട്ട് ഇലക്കെതിരെ മൂന്നാണ് നിൽക്കുന്നതാണ്. നീ എന്താണ് നീ പറഞ്ഞത്? എന്തെങ്കിലും നീ ചെയ്യുന്നത്? പോക്സോ കേസാ. അതിൽ വെച്ച് പോക്സോ കേസ് നീ മൂന്നാമതി കാട്ടാളി മുമ്പോടാ നീ മൂന്നാമതി. കല്യാണത്തിന്റെ കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും തീരുമാനമായി. ഇനി ഉപ്പയും വിളിച്ച് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോ ജീവിതം ഈ പറഞ്ഞ അറിയാൻ പോലും പറ്റൂല. നമ്പായ അവസ്ഥ ഉണ്ടല്ലോ, അതിലാണല്ലോ മരിക്കാനും പറ്റൂല. കാരണം മരിച്ചു കഴിഞ്ഞാൽ കള്ളനായി നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ പേരുകൾ തെറ്റിട്ടുണ്ട്, ആ പേരുകൾ നിൽക്കേണ്ടി വരും. പിന്നെ അതായത് നമുക്ക് മരിക്കാനും പറ്റൂല, മരിച്ച കള്ളനാന്നാരെങ്കിലും വിചാരിച്ചാലോ, കുടുംബത്തേക്ക് കയറാനും പറ്റൂല എന്നുള്ളത്. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? ഞങ്ങൾ എന്റെ വീട്ടിൽ വന്നുണ്ടാക്കിയതാ? നീയൊക്കെ കാണിച്ച തമ്മാടിത്തരത്തിനുള്ള പ്രതിഫലം ഈ കർമ്മ എന്ന് പറഞ്ഞ സംഭവമല്ലേ, അതാണ് കിട്ടും എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ്. കുറച്ചൊന്നും നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടിയിരുന്നു. നിങ്ങളെന്താ, അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, മറ്റവൻ പെണ്ണ് പിടിക്കുന്നുണ്ട്, മറ്റവൻ തുണിയില്ലാത്ത വീഡിയോ ഉണ്ട്. എന്തൊക്കെ തരം സ്വയം എന്താ പറയാ, പല്ലിന്റെ എടി തോണ്ടിയിട്ട് നാറ്റിക്കുക എന്ന് പറയില്ലേ, ആ പരിപാടിയാണ് നിങ്ങൾ ചെയ്തിരുന്നത്. അർഹതപ്പെട്ട പണിയാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതിന് ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. ഇനി അങ്ങോട്ടാണ് നിങ്ങൾക്കുള്ളതൊക്കെ വരാൻ കിടക്കുന്നത്. അനുഭവിച്ചോ, വേറെ വഴിയൊന്നുമില്ല. കുറെയൊക്കെ ഷൈൻ ചെയ്തതല്ലേ, ഇനി കുറച്ചൊക്കെ അനുഭവിക്കുക. പോയി കടക്കുള്ളില് അതിനുള്ള പണി പെരുന്നാളും കേരള പോലീസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, താമസിയാതെ കിട്ടും. ഇതൊന്ന് കണ്ടോക്കെ. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഈ പറഞ്ഞ പോലെ പരാതി കൊടുക്കാം. നമ്മളെ നിരവാദിത്വം തെളിയിക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരോ ഈ ഫെയിമോ ഇവൻ പറയുന്ന പോലെ കുറെ ആൾക്കാരെ ബലോ പിടിപാടോ പൈസയോ അതൊന്നും നമുക്കില്ല. നമ്മൾ സാധാരണക്കാരാണ്, മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു പരാതി കൊടുക്കാം. എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു, ഓന് എൻ്റെ പേരിൽ ആക്കിയതാണ്. പക്ഷേ ഇപ്പം ഞാനും അതിനുമായിട്ട് അത്ര ഇതിലല്ല. ഓൻ എന്തെങ്കിലും അതിൽ ചെയ്ത് കഴിഞ്ഞാൽ
അപ്പോൾ ഈ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റില്ല, വരാപ്പുഴയിൽ കൊടുക്കാന്നാ പറയുന്നത്. പക്ഷെ വരാപ്പുഴ അതായത് മോനിക്ക് ആൾബലോ ഫെയിമൊന്നും അല്ല. അതുകൊണ്ട് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിക്കോ മോനെ. എന്തിനാ? തൊപ്പിക്കെതിരെ. ഇവനൊക്കെ ഇത്രയും കാലം ചെയ്ത് കൂട്ടിയിരുന്നത് ഭയങ്കര നല്ല സൽക്രമല്ലേ അല്ലേ? എന്നിട്ട് ഓൻ മറ്റവനിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിരിക്കാണ്. ഇവൻ കാരണം എന്റെ പെങ്ങളുടെ ജീവിതം പോയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഓനും ഇപ്പോഴും മറ്റവന്റെ പുറകെയാണ്. നിനക്കൊക്കെ ശമ്പളം ഓൻ തരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിന്റെയൊക്കെ കണ്ണിലാവും മോശമാണെങ്കിൽ ഇറങ്ങി പോരണ്ടേ? പിന്നെ അവിടെ എന്തിനാ അടിയറട്ട് നിന്നു? അതാണ് എന്റെ ചോദ്യം. ഇത്രയും മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കാണ്ട് നിങ്ങളിട്ട് പോരണ്ടിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിന്നൊക്കെ വളർത്തിയത് അവൻ തന്നെയാണ്. അവന്റെ മണ്ണിലാണ് നീ വളർന്നിട്ടുള്ളത്. കൂടെ നിന്നിട്ട് പരിപാടി കാണിക്കുന്നത് നീയൊക്കെ തന്നെയാണ്, വേറെ ആരുമല്ല. എന്നിട്ട് നീ ഒന്നൊക്കെ തൊപ്പിനെ എങ്ങനെ കുറ്റം പറയും? ഈ വീഡിയോ ഒന്ന് കണ്ടോക്കെ. നിനക്ക് കോടികളും BMW ഉണ്ട് എന്നല്ല പറയുന്ന ആളല്ലട നീ. എന്തിനാടാ നിനക്ക് എന്റെ ഗ്ലാസ് എനിക്ക് പ്രൊമോഷന് വന്ന സാധനം കട്ട് കൊണ്ടോണ്ട ആവശ്യമോ? എന്താ ബ്ലിങ്കിറ്റ് പോയിട്ട് എല്ലാ മാസവും പോലും 4000 എടുക്കും പോലും. നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ഡ്രസ്സ് എടുക്കരുത്, ഞാൻ മാത്രം എടുക്കുക, നിങ്ങൾ നോക്കിയാൽ മതി. നാറികളൊന്നും വോയിസ് പോലും കേൾക്കാൻ പറ്റൂല. കാരണം എന്താ അറിയോ? അത്രയും എച്ചിക്കണക്കാണ് ഇവര് വിളിച്ചു പറയുന്നത് പരസ്പരം. പക്ഷെ എന്താ അറിയോ? അവനാൻ കുഴിച്ച കുഴിയിൽ അവനാൻ തന്നെ വീഴാന്ന് കേട്ടിട്ടില്ലേ? ഇയൊക്കെ എത്ര മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഡാൻസ് കളിച്ചാലും ശരിയടാ, സമ്മാനം വാങ്ങാതെ ഇയൊക്കെ താഴെ തന്നെ ഇറങ്ങണം. അതാണ് ഇപ്പൊ നിങ്ങക്ക് സംഭവിച്ചിരിക്കുന്നത്. താഴെ ഇറങ്ങിയില്ലേ, ഇനി നിങ്ങക്ക് കാണാം. ഇക്കാര്യത്തിൽ തൊപ്പിക്ക് പറയാനുള്ളത് എന്താ അറിയോ? അതും കൂടി ഒന്ന് കേട്ടോ. എന്തെങ്കിലും രീതിയിൽ ഞാൻ ഒരു കാര്യം പറയില്ല, ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെ മുഖത്തൊക്കെ എനിക്ക് മടിയാന്ന്. ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. യുവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു പേടിയും പേടിക്കണ്ട മറ്റേ തൊപ്പിയെ. ഇനിയിപ്പോ എനക്ക് ഇഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല, എന്നെ ചെക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പോലും കേരള പോലീസ് എന്നെ വിടൂല. കാരണം എന്താ അറിയോ? ഇതിന്റെയൊക്കെ തലവനിജാണെന്നുള്ളതാണ് ഇപ്പൊ കൊടുത്ത എല്ലാ FIRലും എല്ലാ റിപ്പോർട്ടിലും വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഇന്നെ മാത്രല്ല അവരെയും വേണമെങ്കിൽ ഇനിയും ഞാനും റെഡിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒക്കെ കാണാൻ ഇതൊന്നും ഭക്ഷണത്തിനോട് പോലും മര്യാദ എന്താന്ന് കാണിക്കാതെ, അതല്ലെന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചെങ്കിൽ എന്താ നിനക്ക് ഇത്ര വിഷമം? ഒരു ടൈമിൽ കാണിച്ചു കൂട്ടിയുന്ന അക്രമം എന്തിയായിരുന്നു? ചെറിയ മക്കളെയും പിടിച്ച് നിന്റെ ഫാനാന്നും പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങളല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ചെയ്ത് കൂട്ടിയിരുന്നത്. എനിക്ക് എന്നോട് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടറിയോ? ഈ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോ. പക്ഷെ ഇതൊക്കെ ഫേക്ക് ആയിരുന്നു, ഇതൊക്കെ നിന്റെ റീച്ചിന് വേണ്ടിയായിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ സഹതാപ തോന്നുന്നത്. ഇത്രയും മനുഷ്യൻ തരം താഴാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾ ചെയ്ത് കൂട്ടിന്ന് എത്ര വലിയ മുഖം മൂടി ഇട്ടാലും ആ മുഖം മൂടിയൊക്കെ അഴിച്ചേണ്ടി വരുന്ന ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസമാണ് അത് ആർക്കായാലും അത് സംഭവിച്ചിരിക്കും. ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. കണ്ടോ? ഷെഡിമ നിന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഓൻ കൊടുത്തുന്ന മോട്ടിവേഷൻ. ഇതൊക്കെ കണ്ടിട്ടാണ് ഓനിക്ക് ഫാൻസ് കൂടിയത്. ഇതൊക്കെ ഓൻ ചെയ്തിരുന്ന നന്മ മരങ്ങളായിട്ടുള്ള പരിപാടി. നന്മ മരങ്ങളും എന്താ പറയാ മലകളും ഒക്കെ ഇടിഞ്ഞ് താഴത്തേക്ക് പോരാൻ പോവുകയാണ്. താമസിയാതെ പോരും. ബ്ലഡ് മൂത്രം ഈ മുടിനാർക്ക് കൊടുക്കാൻ പറ്റണോ? രമേശ് ചെന്നിത്തല സാർ ഞാൻ പറയുന്നത് ബാംഗ്ലൂർ ടാറ്റൂന്റെ പ്രൊമോഷൻ പോയ സമയത്ത് ഈ ഡാഷ് മോനെ പുണ്ടച്ചി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കൊമറ ആസിഡ് വെച്ചിരുന്നത് ആ കൊമറ വെച്ചിട്ട് അടിയിൽ ലാമ്പ് കത്തിച്ച് ഇങ്ങനെ ആക്കി കൊമറയെ കൂടി ഇങ്ങനെ പഠിക്കുന്നത് ഞാൻ കണ്ടോ. അങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നീ മെഴുകുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞിടാ, നേരത്തെ കാണിച്ചില്ല ബാലൻസ് ഷൂട്ടിട്ട് തേടിയിൽ കുപ്പം വിളിച്ച് നല്ല കല്ലടിച്ച് കിങ്ങിയിട്ട് ഡാൻസ് കളിക്കാൻ കാണിച്ചില്ല. കുറച്ചൊന്ന് ക്യാമറ അങ്ങോട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ സാധനം കൊടുത്ത് കാണിക്കണം. അവനെ മാത്രമേ ഊരിട്ട് പോയുള്ളൂ. പിന്നെ ദുബായിൽ ഒന്നെടുക്കും വെക്കണം. നമ്മൾ എന്റെ ബേസ് തീരുമാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഇന്നലെയും കൂടെ തൊപ്പിയുടെ ഫോർച്യൂണർ കണ്ടത്. എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. ഞാൻ ഓട്ടോ കഴിഞ്ഞ് വരുമ്പോൾ കണ്ട ഞാൻ വേണം പിക്ക് അയച്ചു തരാം. വണ്ടി ടിവിയും കണ്ണേറ്റി എന്ന് പറയുന്ന പ്ലേസിൽ തന്നെ ഇന്നത്തെ ലീവിൽ എടുത്ത് ഞാൻ ഓപ്പൺ ഡിക്ലെയർ ആക്കി. അതായത് തൊപ്പിക്കെതിരെയുള്ള തെളിവുകളുമായിട്ട് നിരവധി ആളുകൾ വരുന്നുണ്ടെന്ന് ഇന്നലെയും കൂടി ഒരാൾ മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ ഇതാ കണ്ടോ? അപ്പം പറയാം, ഒന്ന് എല്ലാവരും ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കും. അത് മെസ്സേജ് പോവണ്ട, അതിന് മുമ്പ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. ഇവര് 3-4 ആളുകൾ കൂടിയിട്ട് തൊപ്പിനൊന്ന് പൂട്ടാൻ നോക്കിയതാ. ഇപ്പൊ എന്താ ഉണ്ടായി അറിയോ? തൊപ്പി അടക്കം മുഴുവൻ കുടുങ്ങണ അങ്ങോട്ടാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടത്. ഇവരൊന്നും അങ്ങനെ ഇങ്ങനെ ഇത് നിർത്തൂല. കാരണം എന്താ അറിയോ? ഇവര് റീച്ച് കിട്ടി പഠിഞ്ഞ ആളുകളാ. തൊപ്പി വന്ന അതേ പാതയിലൂടെ വരാൻ നോക്കിയതും അതിനുവേണ്ടി ശ്രമിച്ചതും ആളുകളുമാണ്
ഈ ഒരു 3-4 എന്തായാലും അടപടലം മൂഞ്ചി, അത്ര തന്നെ പറയാനുള്ളൂ. കാണിച്ചുതരാം ഇനി എന്റെ വീഡിയോ. എന്റെ ഉമ്മ ഇന്നലെ രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോൾ ഒക്കെ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എൻ്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ടടക്കാണ് ഞാൻ ഡയറക്ടർ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞത്, സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് റുപ്യാണ് അതിൻ്റെ പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 റുപ്യ കിട്ടിയത്. എനിക്ക് 1000 സംതിങ് റുപ്യാണ് ഇത് കിട്ടിയത്. അത് എന്താണ് തെറ്റ്? അവൾ അത്രയും 5-6 മാസം നിന്നിട്ട് എന്താണ് പറഞ്ഞത്, ജാസിക്ക് പ്രൊമോഷൻ. ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താണെന്നറിയോ? ആ വാക്കത്തോൻ പറയണ എന്റെ കഥ. വെറുതെ മോങ്ങിട്ട് കാര്യമില്ല, നാട്ടിൽ നമ്പൂല. എന്ത് പല്ലും ചെറിയ ചങ്ങായിച്ച് കരയുമ്പോ ഒരു ആക്ടിങ് ആണെങ്കിൽ അതിനൊരു മര്യാദ വേണ്ടേ? ഓന് മറ്റൊരു 300 റുപ്യ കൊടുത്തിട്ടുള്ളൂ, എനിക്ക് 800 റുപ്യ കൊടുത്തു. ഞാൻ മറ്റേ ഐഫോൺ എൻ്റെ അടുത്ത് ആകെ ഈ ഐഫോണുള്ളൂ. എന്ത് ചീഞ്ഞ വർത്താനാ ചങ്ങായിമാരങ്ങളൊക്കെ പറയുന്നത്? സ്വയം നാറിയ പരിപാടി എന്തിനാ നിങ്ങൾ എടുക്കണു? വീട്ടിലവൻ പറഞ്ഞതോ എൻ്റെ പെങ്ങക്ക് മറ്റേ വൃത്തിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ലാന്ന്. എന്ത് ഇതൊക്കെ അറിഞ്ഞിട്ട് ഓൻ്റെ ഉമ്മ 3 മണിക്ക് വിളിച്ചിട്ട് കരഞ്ഞുത്രേ. എന്തിന്? എന്താടാ ഈ കാണുന്നതെന്ന് ചോദിച്ചിട്ട് കരഞ്ഞു. ഞാൻ എങ്ങനെ എൻ്റെ ഉമ്മയുടെ നോക്കുകയെന്ന്. ഇവരൊക്കെ ഉമ്മാടി വാപ്പാടത്തും മുഖത്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ ഒത്തിരിയും കാലമായിട്ട് ചെയ്തിരുന്നത് അല്ലേ? എനിക്കിതിൽ ഒറ്റ കാര്യത്തിലെ സങ്കടമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവനെയൊക്കെ നാറിയ ഈ പരിപാടി കാരണം ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ് പോയി. അത് കേട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് കലി കയറിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കലി ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയൂല, അത്രയ്ക്ക് പ്രഷറുണ്ട്. ഇവരൊക്കെ തമ്മാടിത്തരം കൊണ്ടൊരു പാവപ്പെട്ട പെണ്ണ് ഇത്രയും ദിവസം സ്വപ്നം കണ്ടിട്ട് സ്വന്തം ഭർത്താവിനെയും സ്വപ്നം കണ്ടിരുന്ന ഒരു പെണ്ണിന്റെ ജീവിതം അങ്ങോട്ട് കുട്ടിച്ചോറാക്കിയിട്ട് ഇരുന്ന് മോങ്ങാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ആരെന്ത് നേടി? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മറ്റേ നേട്ടം ഉണ്ടായോ? ഇല്ല. ആ പെണ്ണിന്റെ ജീവിതം അങ്ങോട്ട് പോയി. ആ ഉമ്മാക്കും പാപ്പാക്കും ആ മകളുടെ ലൈഫ് ഇങ്ങനെ ആയി കാണാനായിരിക്കും യോഗം. കാരണം അത്തരത്തിലുള്ള ഒരു മോനാണല്ലോ ജന്മം കൊടുത്തിരിക്കണത്. വലിയ ഗാങ്ങും ഡൗണും ആകാൻ പോയാനാ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളു മോനെ, ഇതൊന്നും അധിക കാലം വാഴൂല എന്നുള്ളത് പണ്ട് തൊട്ടേ എല്ലാവരും പറഞ്ഞിരുന്നതാണ്. കാരണം നിങ്ങളൊക്കെ ടോട്ടലി ഫേക്കാണ്. ഇതൊന്നും മലയാളികൾ കൈയടിക്കണ കണ്ടിട്ട് നീ ഒരിക്കലും തുള്ളണ്ട. കാരണം എന്താ അറിയോ, കൈയടിച്ചതിന്റെ ഇടയിൽ തന്നെ മുഖം പെടുത്താനും അറിയും. അപ്പോ നിങ്ങൾക്കത് മനസ്സിലാവും എന്തായിരുന്നു എന്ന്. ആ ഒരു സമയമാണ് നിങ്ങൾക്ക്. ഇത്രയും കാലങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന കൈയടിച്ചിരുന്ന ആളുകളൊന്നും ഇപ്പല്ലല്ലോ, ഇനിയോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. അതെന്തുകൊണ്ടാ അറിയോ? നിങ്ങൾ ചെയ്ത് കൂട്ടിയ അക്രമവും തെമ്മാടിത്തരം അത്ര വലുതാ. ഇവനെ ഇനി സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം എന്താ വെച്ചിട്ടാ, എത്രയൊക്കെ പറഞ്ഞാലും ശരി, ആ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരുണ്ടല്ലോ, അത് നിങ്ങളെന്നും ഒരിക്കലും നിങ്ങളുടെ മേന്ന് പോകൂല. നായ്ക്കളെ അങ്ങനെ തന്നെ പറയട്ടെ, പോകൂല. സ്വപ്നം കണ്ട് കടന്നൊരു ജീവിതം അല്ലാതെ ആകുകയാണ് കൺമുന്നിൽ വെച്ചിട്ട്. അത് എന്തുകൊണ്ട്? നിങ്ങളൊക്കെ ഈ തമ്മാടിത്തരവും മറ്റേ ചെറ്റത്തരവും ഈ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് വിളിച്ചു പറയുന്നത് കൊണ്ട്. സ്വന്തം അളിയന് ഇതാണ് എൻ്റെ അളിയന്, ഇതാണ് അവളുടെ മാങ്ങള എന്ന് പറയാനുള്ള മാനക്കെട് കൊണ്ട് ആ പെണ്ണിനെ തന്നെ വേണ്ടെന്ന് വെച്ചു. കേട്ടില്ലേ? അവന്റെ തൊള്ളേൻ്റെ തന്നെ പറയുന്നത്. അല്ലാത്ത ജന്മങ്ങൾ തന്നെ. എന്തായാലും ശരി. എന്നാ ഓക്കെ, ഞാൻ പോവാ. ബായ്.